കുറച്ചു കാലം ഞാൻ എൻ്റെ ഡെയിലി ഡ്രൈവറായിട്ട് കൊണ്ടു നടന്നിരുന്ന വണ്ടിയാണത്. ചെറുതാണ്, സൗകര്യമൊത്ത വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ സാധാ ഹൈവേയിലും മോശം റോഡുകളും മാത്രമല്ല ഹൈ റേഞ്ചിലും പല അഡ്വഞ്ചർ ട്രിപ്പുകളിലുമൊക്കെ നമ്മൾ ഈ വണ്ടിയായിട്ട് പോയിട്ടുണ്ട്. ഇത് ഓടിക്കാൻ രസമാണെന്ന് പറഞ്ഞാലോ? അതെ, ഫാമിലിക്കും ഇഷ്ടമാണ്. കാരണം യാത്ര ചെയ്ത് ലോങ് പോയി ഇപ്പോൾ നമുക്കൊരു ചായ കുടിക്കാൻ പോകാനായിട്ട് ഒരു 100 കിലോമീറ്റർ പോയി ചായ കുടിച്ച് തിരിച്ചു വരാനൊക്കെ പറ്റിയ ഒരു വണ്ടി തന്നെയാണോ ഇത്? അതെ, ഒരു വണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ആളുകൾക്ക് അറിയേണ്ടത് ഇതിന് മൈലേജ് ഉണ്ടോ, ഇത് പവർഫുൾ ആണോ, ഇത് ഏത് തരം റോഡിലൂടെ ഓടിക്കാനാണ് രസം, ഇത് ഓടിക്കുമ്പോൾ എങ്ങനെയാണ്, ഫണ്ണുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നോക്കിയാൽ ഈ വണ്ടിയുടെ കാര്യങ്ങളിൽ പവർ കവേർഡാണ്. കാരണം 120 PS പവറിലൊരു കുഞ്ഞൻ വണ്ടിയാണിത്. അതുകൊണ്ട് തന്നെ കാല് കൊടുത്താൽ വലിച്ചു കയറി പോകുന്നൊരു ഫീലുണ്ട് എന്നുള്ളതും, ഇപ്പോൾ നമ്മൾ ഓടിക്കുന്നത് വളവും തിരിവുമൊക്കെയുള്ള ഹൈ റേഞ്ച് റോഡുകളിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്ത് ഓടിക്കാൻ പറ്റുമെന്നുള്ളതും ഈ കളർ കോമ്പിനേഷൻ ക്യൂട്ടാണ് എന്നുള്ളതുമൊക്കെയാണ് ഇതിൻ്റെ കാര്യം. അപ്പോഴും ചോദ്യത്തിലേക്ക് വന്നില്ലല്ലോ, എങ്ങനെയുണ്ട് ഇത് പെർഫോമൻസ് എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് മൈലേജ് ഉണ്ടോ? ഓക്കെ, ഞങ്ങൾ നടത്തിയ ലോങ് യാത്രകളിലൊക്കെ ഞാൻ ഒരുപാട് തവണ പെട്രോൾ അടിച്ച വണ്ടിയാണിത്. നമുക്ക് തരക്കേടില്ലാത്തൊരു ഫ്യൂവൽ എഫിഷ്യൻസി കൂടി തന്നിട്ടുള്ള ഒരു 1.2 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനുള്ള വണ്ടിയാണിത്. എന്ത് ടർബോ പെട്രോളോ? അതെ, ഇതൊരു പെട്രോൾ ടർബോ ആണ്. 1 ലിറ്റർ അല്ല, 1.2 ആണ്. ഇപ്പോൾ നിങ്ങൾ ഈ ഒരു മീറ്റർ ക്ലസ്റ്ററിലേക്ക് നോക്കി, അതിൽ കാണുന്ന മൈലേജ് 10.6 കിലോമീറ്ററാണ്. അത് തീരെ കുറവല്ലേ? അതെ, അത് ചവിട്ടി പൊളിച്ച് ഓടിച്ചിട്ടാ. അവിടെ നിന്ന് അങ്ങോട്ട് മാപ്പും വിട്ട് വീണ്ടും കുറേ ദൂരം അങ്ങ് ഓടിച്ച് പോയപ്പോൾ പിന്നെ നമ്മൾ എഫിഷ്യൻസിയിൽ ഓടിച്ചപ്പോൾ ദേ കിടക്കുന്നു 16 കിലോമീറ്റർ മൈലേജ്. ആ കിടക്കുന്നതാണ് ടാറ്റ പഞ്ച് ഐ ടർബോ HBX. ഓക്കെ, പഞ്ച് വാങ്ങുകയാണെങ്കിൽ ഇത് വാങ്ങണം, അതായത് ഐ ടർബോ വാങ്ങണം. പഞ്ചിൻ്റെ ഏറ്റവും ബെസ്റ്റ് മോഡൽ എന്ന് പറയുന്നത് ഐ ടർബോ ആണ്. എനിക്കറിയാം ഓട്ടോമാറ്റിക് ഇല്ല, മാനുവലേ ഉള്ളൂ, എന്നാലും ഐ ടർബോ വാങ്ങണം. കാരണം ഇതാണ് ഓടിക്കാൻ ഫണ്ണ്. നമ്മൾ 10 ലക്ഷം രൂപ താഴെ ഒരു പഞ്ച് വാങ്ങാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, പഞ്ചാണ് വേണം തീരുമാനിച്ചു കഴിഞ്ഞു. ടാറ്റയുടെ സേഫ്റ്റി വേണം, അതാണ് മെയിൻ. അതായത് പഞ്ച് ഇപ്പോൾ ഇന്ത്യയിൽ സെയിൽസിൽ നമ്പർ 1 ആണ്. ഓക്കെ, ആദ്യ 2 സ്ഥാനങ്ങൾ ടാറ്റയ്ക്ക് ആയിട്ടുണ്ട്. അതിന് ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് പഞ്ചും നെക്സോണും പോലുള്ള വണ്ടികളാണ്. അതുകൊണ്ട് തന്നെ പഞ്ചിനൊരു വൈഡർ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ മെയിൻ ഫാക്ടറികൾ ഒന്ന് എന്ന് പറയുന്നത് സേഫ്റ്റിയാണ് എന്നുള്ളതാണ്. സേഫ്റ്റി ഉണ്ട് എന്നുള്ളൊരു സന്തോഷമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഇപ്പോൾ അടുത്തൊരു പഞ്ച് ബുക്ക് ചെയ്ത് അവരെന്നോട് പറഞ്ഞത്, ഞാൻ എന്തായാലും ഈ വണ്ടി കൊണ്ട് ഇടിക്കും, അപ്പോൾ ഇടിച്ചാൽ ചാവരുത്, എനിക്ക് ടാറ്റ വേണം, ടാറ്റ പഞ്ച് വേണം എന്നാണ്. അതാണ് പഞ്ചിനോടുള്ള ആളുകളുള്ള ഒരു അപ്രോച്ച് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വാങ്ങുമ്പോൾ 1.2 ആ ഒരു NA എഞ്ചിനുള്ള പഞ്ച് മേടിച്ചാൽ ഓക്കെ, നിങ്ങൾക്ക് AMT കിട്ടും. പക്ഷേ ആ AMT എന്ന് പറയുന്നത് ലെഥാർജറ്റിക് ആണ്. അതായത് ഓടിക്കാനായിട്ട് വലിയ ഫണ്ണൊന്നുമില്ല. ഞാൻ പറയുന്നു ഫ്രോങ്സ് ഓർ ബലേനോ ഈസ് എനി ഡേ ബെറ്റർ ദാൻ ദ 1.2 പഞ്ച്. പക്ഷേ 1.2 NA പഞ്ച്. പക്ഷേ ടർബോ വരുമ്പോൾ കഥ മാറും. കാരണം ഈ വണ്ടിക്ക് അത്യാവശ്യത്തിന് എക്സൈറ്റ്മെന്റ് ഉണ്ട്, അത്യാവശ്യത്തിന് ഫണ്ണുണ്ട്, ഓടിക്കാനുള്ള രസമുണ്ട്. അതിലൊക്കെ ഉപരി ഈ വണ്ടിയുടെ റൈഡ് ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതാണ്. അതായത് നമുക്കൊരു വലിയ കാറിൻ്റെ റൈഡ് ക്വാളിറ്റി ഉണ്ടൊക്കെ. ഇൻഫാക്ട് വലിയ കാറിൻ്റെ വീലുകളാണ്, വലിയ കാറിൻ്റെ പോലുള്ള സീറ്റിംഗ് പോസ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ഒരു വലിയ കാറിൻ്റെ റൈഡ് ക്വാളിറ്റി ഉള്ള ചെറിയ കാറാണ് പഞ്ച് എന്ന് പറയാൻ പറ്റുമോ? പറ്റില്ല. ഇതെന്ന് പറയുന്നത് ഒരു മൈക്രോ SUV അല്ലെങ്കിൽ ഒരു ഹാച്ച് ബാക്കിൻ്റെ മുകളിലുള്ള SUV എന്നുള്ള മൈൻഡുള്ള വണ്ടിയാണല്ലോ. HBX അഥവാ ആ ഒരു വണ്ടിയുടെ കിറ്റ് എന്ന് പറയുന്നത് ആക്സറിയാണ്. അതിൻ്റെ വില എന്താണെന്നുള്ളത് നമുക്ക് ഷോറൂമിലൊന്ന് വിളിച്ച് ചോദിക്കാം. ഓക്കെ, വിളിച്ച് നോക്കേണ്ടതൊന്നും വന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ നമ്മൾ ആ ബുക്ക് ചെയ്ത പഞ്ചിനെ കുറിച്ച്. അത് പ്യുവർ AMT ഉണ്ട്. ഓക്കെ, ആ വണ്ടിയുടെ കൂടെ HBX എഡിഷൻ കിറ്റിൻ്റെ പ്രൈസ് കൂടി ഒരു കൊട്ടേഷൻ അയച്ചിട്ടുണ്ട്. അത് 30,000 രൂപയാണ്. അപ്പോൾ ഏത് പഞ്ചും നമുക്ക് HBX ആക്കാം. അതിന് 30,000 രൂപയുടെ ഒരു കിറ്റ് മേടിച്ചാൽ മതി. ആ കിറ്റിൽ എന്തൊക്കെയാണ് എന്ന് ഞാൻ പറയാം കേട്ടോ. ആ കിറ്റിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ പറയാം. HBX എന്നത് ഈ വണ്ടിയുടെ പേരല്ല, പക്ഷേ അത് ഈ വണ്ടിയുടെ പേരാവേണ്ടതായിരുന്നു. പഞ്ചിൻ്റെ ടെസ്റ്റിംഗ് സമയത്ത് ഹോൺബിൽ എന്നായിരുന്നു പഞ്ചിൻ്റെ പേര്. കഥ തുടങ്ങുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നിലാണ്. ടാറ്റ ഒരു കുട്ടി SUV നിർമ്മിക്കാൻ തുടങ്ങിയപ്പോൾ അതിന് കമ്പനി കൊടുത്ത കോഡ് നെയിം എന്ന് പറയുന്നത് ടാറ്റ ഹോൺബിൽ എന്നായിരുന്നു. നമ്മുടെ കേരളത്തിൻ്റെ ഔദ്യോഗിക പക്ഷിയായിട്ടുള്ള വേഴാമ്പലിൻ്റെ പേരാണത്, അല്ലെങ്കിൽ വേഴാമ്പൽ ഇംഗ്ലീഷ് വാക്കാണത്. ഓക്കെ, എന്തായാലും കേരളവുമായിട്ട് ടാറ്റയ്ക്കൊരു വലിയ ബന്ധം എന്നുമുണ്ട്.
ജനീവ മോട്ടോർ ഷോയിലെ H2X കൺസെപ്റ്റ് പിന്നീട് 2020 ഓട്ടോ എക്സ്പോയിലെ HBX ആയി. വണ്ടി ഇറങ്ങുമ്പോൾ HBX എന്ന് തന്നെയായിരിക്കും പേരെന്നാണ് എല്ലാവരും വിചാരിച്ചത്. പക്ഷേ ടാറ്റ ഈ വണ്ടിയെ പഞ്ച് എന്നാണ് വിളിച്ചത്. 2021 ടാറ്റ വണ്ടിയുടെ ഒഫീഷ്യൽ പേര് പ്രഖ്യാപിച്ചു. അത് പഞ്ച് എന്നായിരുന്നു. പക്ഷേ ടാറ്റ അതുകൊണ്ട് HBXനെ മറന്നൊന്നുമില്ല. അവർ ടാറ്റ പഞ്ച് HBX എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്സസറൈസ്ഡ് എഡിഷൻ ഇറക്കിയേക്കാണ്. ആ ബമ്പറിലെ ഇൻസെർട്ടുകൾ കണ്ടോ, ആ ഇൻസെർട്ടുകൾ HBX കിറ്റിൻ്റെ ഭാഗമാണ്. കണ്ടോ, ആ ബമ്പറിൻ്റെ മുകളിലത്തെ കിറ്റുകൾ മുകളിൽ കാണാം. പിന്നെ ബോണറ്റിൻ്റെ മുകളിലുള്ള 2 ഇൻസെർട്ടില്ലേ, അതും HBXൻ്റെ ആണ്. വശങ്ങളിലെ വീലാർച്ച് കണ്ടോ, ആ വീലാർച്ച് എന്ന് പറയുന്നത് HBXൻ്റെ ആണ്. പിന്നെ HBXൻ്റെ ലോഗോ മുകളിലുണ്ട്. ഇനി താഴെ ക്ലാഡിങ് ഉണ്ട്. ആ ക്ലാഡിങ്ങിൻ്റെ ഒരു ഇൻസേർട്ടും ഡിസൈനൊക്കെ കണ്ടില്ലേ. അത് മാത്രമല്ലാണ്ട് ഇതേ മുകളിൽ ഈ റൂഫ് റെയിലിൻ്റെ മുകളിൽ 2 പീസുണ്ട്. ഈ 2 പീസുകളെന്ന് പറയുന്നതും ഈ കിറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ പഞ്ചി കളറിൽ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കുകയാണല്ലേ, ഇത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു കിറ്റ് കൂടി വന്നപ്പോഴേ ഒരു ഇത്തിരി മാച്ചോ ലുക്കായുണ്ട്. ഈ HBXൻ്റെ എക്സ് റെഡാണ്. ടാറ്റയ്ക്ക് ലൈൻസ് വിട്ടൊരു കളിയില്ല. ഈ പിന്നിൽ സ്പോയിലർ കണ്ടോ, ഇത് ജീവാഗൻ്റെ സ്പോയിലറിൻ്റെ ഒരു ഡിസൈൻ ഉണ്ട്. ഇതിപ്പോൾ പലയിടത്തും കാണാം, ജിമ്മിനിക്കകത്ത് ആൾക്കാർ വെച്ച് കാണുന്നുണ്ട്. ഇത് ഈ ഒരു ഇൻബിൽറ്റ് സ്പോയിലറിൻ്റെ മുകളിലായിട്ടാണ് ഈ സ്പോയിലർ. അതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല, കാരണം 2 സ്പോയിലർ ആവശ്യമില്ല. പിന്നെ എക്സ്ട്രാ ഫിറ്റിംഗ് ആകുമ്പോൾ അങ്ങനെ ചെയ്യാനേ പറ്റുള്ളൂ. മുകളിൽ നമുക്കവിടെ ഒരു ഷാർക്ക് ഫിൻ ആൻറ്റിന ഉണ്ട്. ഇനി ഈ ലൈറ്റിൻ്റെ മുകളിലേ ഒരു ചെറിയ ഇൻസെർട്ട് HBX കിറ്റിൻ്റെ ഭാഗമാണ്, പക്ഷേ ഇതിൻ്റെ മുകളിൽ കാണുന്നില്ല. അതായത് അടിയിൽ ഇങ്ങനെ ഒരു കിറ്റ് ഒട്ടിക്കേണ്ടതുണ്ട്. പിന്നെ ഈ ലൈറ്റിൻ്റെ മുകളിലൊരു ചെറിയ പീസ് ഒട്ടിക്കാണ്ട്, അത് അവർ ഒട്ടിച്ചിട്ടില്ല, അത് കിറ്റിലുള്ളതാണ്. താഴെ ഐടർബോ ലോഗോ കാണാം. പിന്നെ അത് ബമ്പറിൽ ഇൻസേർട്ട് കണ്ടോ, വലിയ ഇൻസേർട്ട്. ഇതും ആ ഒരു കിറ്റിൻ്റെ ഭാഗമാണ്. പിന്നെ പറയുമ്പോൾ എല്ലാം പറയണല്ലോ, എനിക്ക് അലോയ് വീലിൻ്റെ ഡിസൈൻ ഇഷ്ടമാണ്. നല്ല ഭംഗിയുള്ള അലോയ് വീൽ ഡിസൈനാണ്. ആ ഒരു വീലിൻ്റെ സൈസ് എന്ന് പറയുന്നത് 195/60 R16 16 ഇഞ്ച് എന്ന് പറയുന്ന വലിയ വീലാണ് ഇതിന്. ഇതിൻ്റെ മുന്നിൽ മാത്രമേ ഡിസ്ക് ഉള്ളൂ, ബാക്കിൽ ഡ്രമ്മാണ്. അത് വില കുറയ്ക്കാൻ വേണ്ടി ആയിരിക്കണം എനിക്ക് തോന്നുന്നു. ഐട്ടർബോയിൽ ഡിസ്ക് ആയാലും കുഴപ്പമൊന്നും ഉണ്ടായില്ല. പിന്നെ ഇവിടെ നമുക്ക് ഒരു ഇൻഡിക്കേറ്ററിൻ്റെ താഴെ 360 ക്യാമറ ഇൻസേർട്ട് ഉണ്ട്. ഇതാണ് ആ ഒരു റിക്വസ്റ്റ് സെൻസർ എന്ന് പറയുന്നത്. അത് ഫ്രണ്ടിൽ ഡ്രൈവർ സൈഡിൽ മാത്രമേ ഉള്ളൂ. പിന്നെ മുകളിൽ സൺറൂഫ് ഉണ്ട്, ചെറിയ സൺറൂഫാണ്. ഈ ഡുവൽ ടോണിലെ സൺറൂഫ് തീർത്തും ഭംഗിയിട്ടിട്ട് കാണാനായിട്ട്. ഈ HBXൻ്റെ ഗ്രില്ല് കണ്ടോ, ഗ്രില്ലുമുണ്ട് ആ ഒരു കട്ടിങ്. ഈ പഞ്ചീവിയുടെ അകവും എനിക്കിഷ്ടമാണ്. എന്ന് വെച്ചാലേ ഈ സീറ്റൊക്കെ കണ്ടോ, ഈ സീറ്റിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നതൊക്കെ റീസൈക്കിൾഡ് മെറ്റീരിയൽസ് ആണ് എന്നുള്ളതാണ്. മാത്രമല്ല നമുക്ക് കാണാം തൈ സപ്പോർട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഒരു വൈറ്റ് പ്രതലത്തിലുള്ള ആ ഒരു ഡിസൈൻ എലമെൻറ്റുകൾ കാണാം. AC വെൻറ്റുകൾ, അതുപോലെ വലിയ സ്ക്രീൻ, ACയുടെ പാനൽ. സ്റ്റിയറിംഗ് ബ്ലാക്കാണ്. ടിയാഗോടെ സ്റ്റിയറിംഗ് മാറി, അത് മാറ്റ് പോലെയായി. പിന്നെ ഗിയർ ലിവർ കണ്ടോ, ഇതാണ് എൻ്റെ ഗിയർ ലിവർ. 6 സ്പീഡ് ഗിയർ ലിവറാണ്. കോളറുണ്ട്. ഓക്കെ, പ്ലീസ് ഡോണ്ട് മൈൻഡ് ദാറ്റ് കളർ. പിന്നെ ആ ഒരു കേബിളിൻ്റെ കളറേ. പിന്നെ കപ്പ് ഹോൾഡർ കാണാം. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ മീറ്റർ ക്ലസ്റ്ററോ, ഈ മീറ്റർ ക്ലസ്റ്റർ ഓണായി വരുമ്പോൾ തന്നെ നമുക്ക് കാണാം അതിനകത്ത് പ്രത്യേക സെറ്റിങ്സുകളൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ നമുക്കതിൻ്റെ രൂപമൊക്കെ മാറ്റാൻ പറ്റും. രൂപം മാറ്റുക എന്ന് പറയുമ്പോഴേ, അതായത് ഇപ്പോൾ നമുക്ക് മെനു അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കാനും അങ്ങനെയുള്ള ഒരു പോയിൻ്റൊക്കെ നമുക്ക് ഇതിനകത്ത് ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈ ട്രിപ്പ് A ട്രിപ്പ് B പോലുള്ള കാര്യങ്ങളല്ലാതെ ഇപ്പോൾ നമുക്ക് മെയിൻ മെനുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കിതിൻ്റെ ഒരു നാവിഗേഷൻ അല്ലെങ്കിൽ ലേഔട്ട് കാണിക്കാം. ലേഔട്ട് എന്ന് പറയുമ്പോൾ ഡിജിറ്റൽ വ്യൂ അല്ലെങ്കിൽ മിനിമൽ വ്യൂ, ഡയൽ വ്യൂ. ഞാൻ ഡയൽ വ്യൂ വെച്ചിട്ടാണ്, എനിക്ക് ഡിജിറ്റൽ വ്യൂക്കളും ഡയൽ വ്യൂ ഇഷ്ടം. ഇപ്പോൾ RPM മീറ്റർ അവിടെയാണ്. ഈ ഒരു ഫ്യൂൽ മീറ്റർ കാണാം. സ്പീഡോമീറ്റർ എന്ന് പറയുന്നത് പഴയ സിട്രോണിലൊക്കെ കണ്ട പോലെ സ്പീഡ് കയറുമ്പോൾ കയറി വരുന്ന പോലെയാണ്. ഇപ്പോൾ 20 കണ്ടോ. അതുപോലെ വാണിംഗ് ലൈറ്റും ടെയിൽ ലൈറ്റ്സൊക്കെ കാണാം. ഇത് നമ്മൾ കണ്ടിട്ടുള്ള സ്റ്റോക്കാണ്. ഇത് നമ്മൾ കണ്ടിട്ട് ഓട്ടോ ഹെഡ് ലാംപ്സും ഓട്ടോ വൈപ്പേഴ്സും ഉണ്ട്. ഇവിടെ ക്രൂസ് കൺട്രോളിൻ്റെ ബട്ടൺസാണ്. ഇവിടെ മീഡിയ കാര്യങ്ങളുടെ ബട്ടൺസ് കാണാം. ഈ ഹോൺ അടിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ല. ഇതാണ് ഹോൺ എന്ന് പറയുന്നത്. ഇവിടെ ഒരു പീസും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഡെഡ് പെഡൽ കാണാം. ക്ലച്ച് കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ലൈറ്റ്നസ് എന്ന് പറയുന്നത്. പിന്നെ ഡെഡ് പെഡലുണ്ട്. ബ്രേക്കിംഗ് ക്ലച്ചിൻ്റെ ഒരു പൊസിഷൻ കണ്ടോ, ഇതാണ് ത്രോട്ടിൽ. ഇനി AC പാനൽ എന്ന് പറയുന്നത് എല്ലാം ടച്ച് കൺട്രോൾസാണ്. ഇവിടെ 360 ക്യാമറയുടെ ഒരു ബട്ടൺ ഉണ്ട്. അത് പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് 360 3D 2D ക്യാമറ കാണാം. ഈ 3D 2D ക്യാമറ ശരിക്കും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഈ ഒരു ക്യാമറയുടെ വിസിബിലിറ്റി ഒക്കെ കൊള്ളാം, നല്ലതാണ്. നല്ല ക്വാളിറ്റി ഉള്ള ക്യാമറയാണ് ഫോർ ഈ ഒരു പ്രൈസ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു
നല്ല കാര്യം തന്നെയാണ്. പിന്നെ ഈ സ്ക്രീൻ ഇൻറ്റ്യൂറ്റീവാണ്, റെസ്പോൺസീവാണ്. ഇവിടെ നമുക്ക് ഇതിൻ്റെ ഒരു മെനു കണ്ടാൽ അറിയാം. നമ്മൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ വലിയ കാറുകളിൽ, അതായത് നെക്സോൺ മൂലം അങ്ങോട്ട് മുകളിലേക്ക് കാണുന്ന ഒരു തീമേ അല്ല, ഇതൊരു ഗ്രീൻ അല്ല, ഇതൊരു ബ്ലൂ ആണ്. ഇമേജ് വ്യൂവർ, ക്ലൈമറ്റ് കൺട്രോളിൻ്റെ ഒരു സെറ്റിങ്സ് മൊത്തം ഇവിടെ കാണാം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ സെറ്റിങ്സ്, ഇവിടെയാണ് ഇതിൻ്റെ ബട്ടൺസ് എങ്കിലും. പിന്നെ താഴേക്ക് നോക്കുമ്പോൾ ഒരു അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങൾ, സറൗണ്ട് വ്യൂ, ടാറ്റ അസിസ്റ്റ്, മീഡിയ, ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊക്കെ ഈസി ടു യൂസാണ്, എളുപ്പമാണ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ എനിക്ക് പഞ്ചിൻ്റെ ഈ സ്ക്രീൻ ഇഷ്ടപ്പെട്ടു. എനിക്ക് തോന്നുന്നു വലിയ കാര്യങ്ങളൊന്നും കുത്തി നടക്കാത്ത ഈ സ്ക്രീനാണ് മികവെന്ന് പറയുന്നത്. സെറ്റിങ്സിനകത്ത് നമുക്ക് ഇവിടെ ഇതിൻ്റെ കണക്ടിവിറ്റി, ഡ്രൈവർ അസിസ്റ്റൻസ്, ഈ ഡ്രൈവർ അസിസ്റ്റൻസ് എന്ന് പറയുന്നത് പാർക്ക് അസിസ്റ്റ് ഓണും, വോളിയം, ബ്ലൈൻഡ് സ്പോട്ട് മോട്ടറാണ്. ഈ ബ്ലൈൻഡ് സ്പോട്ട് മോട്ടർ ഓണാക്കി ഇൻഡിക്കേറ്റർ ഇടുമ്പോൾ ഇവിടെ ക്യാമറ വരും. ആ ക്യാമറ നല്ല ക്വാളിറ്റി ആട്ടോ. പിന്നെ ഈ AC വെൻറ്റുകളുടെ നടുവിലുള്ള ഡമ്മി വെൻറ്റ്, അത് പണ്ട് മുതലേ പറഞ്ഞിട്ട്. പിന്നെ ഗ്ലോ ബോക്സ് എന്ന് പറയുന്നത് വലിയ ഗ്ലോ ബോക്സ് ആണ്. ഈ ഗ്ലോ ബോക്സിൻ്റെ ഒരു സൈസ് ഉണ്ടോ, ഇതിൽ കൂളിംഗ് ഫംഗ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു പ്രൈസ് പോയിന്റ് നല്ലതാണ്. പിന്നെ ഇവിടെ 2 പോർട്ടും C ആക്കിയിട്ടുണ്ട്, ഇപ്പോൾ C പോർട്ടാക്കിയിട്ടുണ്ട്. പിന്നെ 12 വോൾട്ട് സോക്കറ്റ് കാണാം. ഇത് പേഴ്സക്കാൻ പാടുമോ എനിക്കറിയില്ല. ഇവിടെ നമുക്ക് വയർലെസ് ചാർജിങ് പോർട്ടാണ്. ഓക്കെ, ഈ ഒരു ലെതറൊക്കെ കൊള്ളാം. ഈ ആംറസ്റ്റ് വലിയ യൂസ്ഫുൾ അല്ല, സ്റ്റിൽ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നേ ഉള്ളൂ. ഇത് ഓട്ടോ ഡിമ്മിങ്ങുള്ള മിററാണ്. ഈ സൺറൂഫിൻ്റെ ബട്ടൺസ് കണ്ടോ, അല്ലെങ്കിൽ സ്വിച്ചുകൾ കണ്ടോ, ഇത് SOS, ഇത് സ്കോളസ്റ്റ് ആണ്. ഈ ലൈറ്റ് വൈറ്റ് ആട്ടോ. പിന്നെ ഇവിടെ ഇതിനകത്തൊരു മിററുണ്ട്. ഇവിടെ അത് ടിക്കറ്റ് ഹോൾഡ് മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. പിന്നെ സൺറൂഫിൻ്റെ ഒരു അവസ്ഥ ഇതാണ്, ചെറിയ സൺറൂഫാണ്. ഈ ഒരു എയർ ബാഗ്, ഈ ഒരു സീറ്റ് ബെൽറ്റിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഒരു സീറ്റ് ബെൽറ്റിൻ്റെ കാര്യം കാണാം. പിന്നെ അതെ ഇവിടെ എയർ ബാഗിൻ്റെ ഒരു സിമ്പിളുണ്ട്, ട്യൂട്ടർ ഉണ്ട്. പിന്നെ ഡോർ ഹാൻഡിൽ കണ്ടില്ലേ. ഈ സ്വിച്ചുകൾ പഞ്ചീവിയിലെ പോലെയല്ല, ആ ടോഗിൾ സ്വിച്ചുകളല്ല, ഇത് മിറർ സ്വിച്ചാണ്. ഇത് ഇൻസേർട്ട് നല്ലതാണ്, ഈ ഇൻസേർട്ട് നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ അമ്പർലയും കുപ്പിയും വെക്കാനാണെന്നുള്ളത് പറഞ്ഞു തരുന്നുണ്ട്. സ്പൂൺ ഫീഡിംഗ് ആണ്, ഇവിടെ അമ്പർല വയ്ക്കാം, അവിടെ കുപ്പി വയ്ക്കാം. ഇവിടെ സ്പീക്കറുണ്ട്, സ്പീക്കറിൻ്റെ ഡിസൈനിൽ നമുക്ക് ടാറ്റ മോട്ടോഴ്സിൻ്റെ ഡിസൈൻസിൻ്റെ ഒരു തീം കാണാം. ഇത് വിട്ടുപോയതാണോ, അല്ല, ഗ്യാപ്പാ. ഇതാണ് സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ. ഇവിടെ ഒരു ഡമ്മി സ്പേസുകളുണ്ട്. ഈ ഡോർ ഹാൻഡിൽ, ഈ സീറ്റ് ബെൽറ്റുകളുടെ ക്ലിപ്പിംഗ്, ഈ ക്ലിപ്പിംഗ് എന്ന് പറയുന്നത് ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, വേറെ ഒന്നല്ല. അത് ക്ലിപ്പ് ചെയ്തില്ലെങ്കിൽ കീ നടിക്കും, അല്ലെങ്കിൽ സീറ്റ് ബെൽറ്റ് ഓൺ എന്ന് പറയും. ഇവിടെ തൈ സപ്പോർട്ട് എക്സ്റ്റൻഡ് ഉണ്ട്. ഇവിടെ AC വെൻറ്റ് ഓഫ് ചെയ്യാൻ ഓൺ ചെയ്യാനുള്ള സ്വിച്ചുകൾ നല്ല കാര്യമാണ്. അവിടെ C പോർട്ട് ഉണ്ട്. പിന്നെ ഇതിലുമുണ്ട് ബോട്ടിൽ ഹോൾഡറും അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ. ഈ ഒരു ആംറസ്റ്റ് കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഇൻസേർട്ട് എന്ന് പറയുന്നത്, കൊള്ളാം. ഈ ഒരു ആംറസ്റ്റ് കണ്ടോ, ഈ ആംറസ്റ്റ് കപ്പോർഡില്ല, സ്റ്റിൽ ഒരു ആംറസ്റ്റ് ഉണ്ട്. ഈ ഇൻസേർട്ടും കാണാം. ഹെഡ് റെസ്റ്റ് 2 ഉള്ളൂ. സോ ബേസിക്കലി ഇതൊരു 4 സീറ്ററാണ്. ഇനി ഇവിടെ മാപ്പ് പോക്കറ്റുകളുണ്ട് 2 സൈഡിലും. ഡീപ്പായിട്ടുള്ളൊരു ബൂട്ടും പഞ്ചിൻ്റെ പ്രത്യേകത കേട്ടോ. അവിടെ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ തന്നെ വെക്കാനുള്ള സൗകര്യമുണ്ട്. കണ്ടോ, വീല്, അത് അലോയ് വീലാണോ, അതൊരു സ്റ്റീൽ വീലാണ്. കണ്ടോ, പൗച്ചും കാര്യങ്ങളൊക്കെ കാണാം. ഈ ഒരു കളർ നോക്കി. ഇനി ഇതാണ് ആ ഒരു പിന്നിലെ സസ്പെൻഷൻ്റെ സ്ട്രട്ടുകളുടെ ഒരു മൗണ്ട് എന്ന് പറയുന്നത്. ഇതിന് 60-40 സ്പ്ലിറ്റില്ല, സിംഗിളാണ്. പക്ഷേ ഇവിടെ അടയ്ക്കാനായിട്ടൊരു ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു റീനോയുടെ പിക്ചർ. ഈ HBX കിറ്റിനകത്ത് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ആഡ് ഓൺസ് ആണെന്ന് പറയുമ്പോൾ അത് നമുക്ക് ഏത് വേരിയൻറ്റിന് മുകളിൽ വേണമെങ്കിൽ ഒട്ടിക്കാം. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ, അതായത് പഞ്ചിൻ്റെ ഐ-ടർബോയുടെ ഈ കളറില്ലേ, ഈ നീലയും ഈ ഒരു വെള്ളയും കൂടിയ കളർ, അർജൻറ്റീന തോറ്റു, പക്ഷേ കളർ ഇതാണ്. ഈ കളറിൻ്റെ മുകളിൽ വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് എന്ന് എനിക്ക് പറയാനുണ്ട്. അതായത് നല്ല രസമുണ്ട് കാണാനായിട്ട്. ഒരു പ്രത്യേക തരം ലുക്കറാണ് ഈ വണ്ടി. ആളുകളുടെ ഒരു നോട്ടം ഈ വണ്ടിക്ക് എത്തുന്നുണ്ട്. പിന്നെ ചെറിയ വണ്ടിയൊന്നും തള്ളിക്കറാൻ പറ്റില്ല പഞ്ചിനെ, കാരണം പഞ്ചിനകത്ത് ഇപ്പോൾ കുറേ അധികം ഫീച്ചേഴ്സൊക്കെ ഉണ്ട്. ഫീച്ചേഴ്സിൻ്റെ ഒരു ലഹള എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ആ ഒരു വിലയോടുള്ള ഒരു നീതി പുലർത്താൻ വേണ്ടിയിട്ടാണ്. അത് തീർത്തും പുലർത്തുന്നുണ്ട് എന്നെനിക്ക് തോന്നി. അതായത് 360 ഡിഗ്രി ക്യാമറ പോലുള്ള കാര്യങ്ങൾ, അതുപോലെ 6 സ്പീഡ് ഗിയർ ബോക്സ്, അത് ഫീച്ചറല്ല, അതിൻ്റെ സ്പെക്കാണ്. അപ്പോഴും 1.2 NAയുടെ കൂടെ 5 സ്പീഡാണ്, 1.2 ടർബോയുടെ കൂടെ 6 സ്പീഡാണ്. ഈ 6 സ്പീഡിൻ്റെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കിയത്, ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനിപ്പോൾ പോകുന്ന 64 കിലോമീറ്റർ സ്പീഡ്, 70 ആയി. ഓക്കെ, 5-ാമത്തെ ഗിയറിൽ പോണു, 6-ാമത്തെ ഗിയറിൽ നമ്മൾ ഈ 75 കിലോമീറ്ററിൽ ഇത് ഓടിക്കുമ്പോൾ RPM എന്ന് പറയുന്നത് 1800 അപ്പോൾ ഇവർ പറഞ്ഞ ഫ്യൂൽ എഫിഷ്യൻസി കിട്ടുമെന്നുള്ളത് നമുക്ക് തോന്നും. അപ്പോൾ ഞാനൊരു കാര്യം ചെയ്യാം, ട്രിപ്പ് ഒന്ന് മാറ്റി ബിയിൽ ഞാൻ 183 എന്നുള്ളത് ഒന്ന് റീസെറ്റ് ചെയ്യാണ്. അപ്പോൾ റീസെറ്റ് ചെയ്യാനായിട്ട് ഞെക്കി പിടിച്ചാൽ മതി, കുഴപ്പമില്ല. അങ്ങനെ ഞെക്കി പിടിച്ച് കഴിയുമ്പോൾ യെസ്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ 6-ാമത്തെ ഗിയറിൽ വണ്ടി നോക്ക് ചെയ്യാൻ പാടില്ല, വണ്ടിയുടെ ഒരു ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് സ്പീഡ് കീപ്പ് ചെയ്യാം, ഒരു 75-ന്റെ മുകളിൽ നമുക്ക് കാർ കീപ്പ് ചെയ്യാൻ മതി. കാരണം അതല്ലെങ്കിൽ വണ്ടിക്ക് നോക്ക് വരേണ്ട കാര്യമില്ല. നോക്ക് വരുന്ന വണ്ടി കേടാണ്. ഒരു ചെറിയ നോക്കും ഒരു ആക്സിഡൻ്റൽ സ്പാർക്കും മതി
എഞ്ചിൻ പൊട്ടാൻ. ഓക്കെ, എന്തോട്ടെ. അപ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്, 6ാമത്തെ ഗിയറിൽ 75 കിലോമീറ്റർ സ്പീഡ് ഓടിച്ചുകൊണ്ടിരിക്കുന്നു, 2000 RPM താഴെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രൈവിംഗ് എന്ന് പറയുന്നതായിരിക്കും ടെസ്റ്റിംഗ് കണ്ടീഷൻ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് അനുമാനിക്കാം. കാരണം അങ്ങനെ ആയിരിക്കില്ല, കുറച്ചുകൂടി സ്പീഡ് കുറവായിരിക്കും. പക്ഷേ ഞാൻ ഈ ഒരു 6ാമത്തെ ഗിയറിൽ എത്താൻ വേണ്ടിയിട്ട് ഈ വണ്ടിയുടെ ഒരു സ്വീറ്റ് സ്പോട്ട് ആയിട്ടുള്ള 75 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ 73-75 ആ ഒരു സ്പീഡിൽ ഇങ്ങനെ ഓടിക്കുകയാണ്. ഫ്യൂവൽ എഫിഷ്യൻസി 16 കിലോമീറ്റർ, 16.2 കാണിക്കുന്നുണ്ട്. ഓക്കെ, വളരെ ഷോർട്ട് ഡിസ്റ്റൻസ് അല്ലേ, അല്ലെങ്കിൽ വളരെ കുറഞ്ഞ ദൂരമല്ലേ, ഈ മൈലേജ് എങ്ങനെ നമുക്ക് മൈലേജ് ആയിട്ട് കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ അതിനുള്ള ഉത്തരം ഞാൻ തരാം. അതായത് ഈ വണ്ടിയായിട്ട് സാധാരണ ഏതൊരു വണ്ടി എടുത്താലും ഒരു 300 കിലോമീറ്റർ ഓടിച്ചിട്ട് റിവ്യൂ എടുക്കാറുള്ളൂ. അതായത് ലോങ് ടൈം കിട്ടുന്ന വണ്ടി, നമുക്കത് വണ്ടിയെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ ഈ വണ്ടി എടുത്ത് വാഗമണ് പോയി, വാഗമണിന്ന് ഒരു ചായ കുടിച്ചു. മറ്റാളെ പറയും പോലെ, മറ്റേ നമ്മുടെ പുണ്യാളിന് പറയും പോലെ ഒന്നുമില്ല, ഇവിടുന്ന് രാത്രി നമ്മുടെ നെടുമ്പാശ്ശേരിക്ക് പോയിട്ട് അവിടുന്ന് പാക്കിംഗ് കേസുകൾ എടുക്കുക, അത് ഇവിടെ കൊണ്ട് തട്ടുക, ഒരു ചായ കുടിക്കുക. ആ സാധനല്ലേ അത്. അതുപോലെ അവിടെ നേരെ പോയി കുട്ടിക്കാലത്ത് പോയി ഒരു ചായ കുടിച്ചു. അവിടെ നേരെ പോയി പരുന്തുംപാറ പോയിട്ട് ഒരു ചായയും ഒരു ഓംലെറ്റും കഴിച്ച് തിരിച്ചു വന്നു. അതായത് എറൗണ്ട് 300 കിലോമീറ്റർ. ആ ഒരു ഡ്രൈവിൽ അങ്ങോട്ട് പോയത് മുഴുവൻ കയറ്റങ്ങളാണ്, ഇങ്ങോട്ട് വന്നത് മുഴുവൻ ഇറക്കത്തിലാണ്. അങ്ങനെ കണക്ക് കൂട്ടി ഓവറോളേക്ക് കിട്ടിയ റിയലിസ്റ്റിക് മൈലേജ് എന്ന് പറയുന്നത് 12 കിലോമീറ്റർ ആണ്, 12.4 കിലോമീറ്റർ ആണ്. ഓക്കെ, ഒരു ടർബോ പെട്രോൾ എഞ്ചിന് ആ ഒരു മൈലേജ് എന്ന് പറയുന്നത് കുഴപ്പമില്ലാത്ത മൈലേജാണ്. കാരണം ടർബോ സ്പൂൾ ചെയ്യുമ്പോൾ കൂടുതൽ ഫ്യൂൽ കത്തുമ്പോൾ കൂടുതൽ എന്താ പറയുക, മൈലേജ് കുറയും, മൈലേജ് കൂടുതലല്ല കുറയും. ഓക്കെ, അങ്ങനെ കുറയും എന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഓടിക്കുന്ന വണ്ടി ടർബോ ആണെങ്കിൽ നമ്മൾ ഏറ്റവും മൈലേജിന് വേണ്ടി ചെയ്യേണ്ടത് ടർബോ വലിയ കാര്യമായിട്ട് സ്പൂളാക്കാതെ ഓടിക്കുക എന്നുള്ളതാണ്. അതിനായിട്ട് ചെയ്യേണ്ടത് പോലെ 77 കിലോമീറ്റർ എന്ന് പറയുന്ന സ്പീഡിലേക്ക് നമ്മൾ എത്തുന്നു. മൈലേജ് 19.6. ഓക്കെ, ഷോർട്ട് ആണെങ്കിൽ കൂടി എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചാൽ, അതായത് എപ്പോഴും ഒരു 80 കിലോമീറ്റർ താഴെ നമ്മൾ 6ാമത്തെ ഗിയറിട്ട് ഓടിക്കുകയാണെങ്കിൽ, അങ്ങനെ ഓടിക്കുന്ന ഒരു ടെസ്റ്റിംഗ് കണ്ടീഷൻ പോലുള്ള സ്ഥലം നിങ്ങൾക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് ഇതിനകത്ത് 20 കിലോമീറ്റർ മൈലേജ് കാണാൻ പറ്റും. കാണുന്നുണ്ടാവും അല്ലേ? ഓക്കെ, 20 കിലോമീറ്റർ മൈലേജ് കാണാൻ പറ്റും. അതല്ലെങ്കിൽ എന്നെ പോലെ ഓടിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു 12 കിലോമീറ്റർ ഒക്കെ നിങ്ങൾക്ക് പഞ്ചിന് കിട്ടും. പക്ഷേ ഒരു വീട്ടിൽ ഒരു വണ്ടി വേണം, ഒരു സിംഗിൾ കാറാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ എനിക്ക് തോന്നുന്നു പഞ്ച് എന്ന് പറയുന്ന ഈ വണ്ടി ആപ്റ്റാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വണ്ടി ഇതിന് വിൽക്കുന്നതും. ഇതിപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വേണോ നിങ്ങൾ അറിയാൻ എന്നുള്ളത് എനിക്ക് ചോദിക്കേണ്ട കാര്യമുണ്ട്. കാരണം ഇഷ്ടം പോലെ വണ്ടികൾ റോട്ടുണ്ട്, ഇഷ്ടം പോലെ. അതായത് ആദ്യ സെയിൽസ് ചാർട്ടിൽ മാരുതി സുസുക്കിയുടെ ഡിസയറിനെയും ഓൾട്ടോയും വാഗണാറിനെയും ഒക്കെ മലത്തി അടിച്ചിട്ട് ഇപ്പം നിൽക്കുന്ന വണ്ടി എന്ന് പറയുന്നത് പഞ്ചാണ്. ഓക്കെ, പഞ്ചിന് മറ്റൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. പഞ്ചിന് EV ഉണ്ട്, പെട്രോൾ ഉണ്ട്, CNG ഉണ്ട്, കഴിഞ്ഞു. ഡീസലില്ല. ഡീസൽ വണ്ടി പഞ്ചിൻ്റെ കാര്യത്തിൽ പറയാൻ പറ്റില്ല. ടിയാഗോയ്ക്ക് അങ്ങനെ ഒരു പാസ്റ്റ് ഉണ്ട്, ഡീസൽ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ ഇൻഫാക്ട് ഞാൻ പറഞ്ഞ പോലെ HBX എന്നുള്ള പേരെന്ന് പറയുന്നത് അവർക്ക് ആക്സിഡൻ്റലി കിട്ടിയതല്ല. ഹോൺബിൽ എന്നായിരുന്നു ഇവർ ഇതിൻ്റെ കൺസെപ്റ്റിനിട്ട പേര്. പിന്നെ അത് HBX എന്നായി. അവസാനം പഞ്ച് എന്ന പേരിൽ വണ്ടി ഇറങ്ങിയപ്പോൾ ആളുകൾ ചോദിച്ചു, അയ്യേ ഹാരിയർ എന്നുള്ള പേരിൽ വണ്ടി, സഫാരി എന്നുള്ള പേരിലുള്ള വണ്ടി, സിയറ എന്നുള്ള പേരുണ്ട്, അവിടെ നിന്ന് പഞ്ച്, ഇത്രയും പഞ്ചില്ലാത്തൊരു പേരാണോ പഞ്ചിനെന്ന് ചോദിച്ചു. പക്ഷേ ആ പേരിൻ്റെ ഒരു പഞ്ച് നമുക്കിപ്പോൾ കാണാം, സെയിൽസ് ചാർട്ടിൽ കാണാം. അതെന്തിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ കൂരിരുമ്പ് നല്ല പറയാം, കാരിരുമ്പ് കൊണ്ടുള്ള കരുത്തും ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ആൾക്കാർ ഈ വണ്ടിയുടെ കാര്യമായിട്ട് കാണുന്നിട്ടാ. എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എനിക്ക് പഞ്ചിൻ്റെ ടർബോ ആണ് ഇഷ്ടം. എനിക്ക് പഞ്ചിൻ്റെ 1.2 വലിയ മമതയൊന്നുമില്ല. കാരണം ഓക്കെ, നിങ്ങൾക്കിപ്പോൾ ഒരു യൂസ് കേസിനാണെങ്കിൽ ഞാൻ പറയും നിങ്ങൾ 1.2 എന്നയുടെ CNG AMT എടുത്തോ, പാനൽ ഷിഫ്റ്റർ ഉണ്ട്, ഓടിച്ചു നടക്കാൻ സുഖമാണ്. സുഖം എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, വണ്ടി ഇങ്ങനെ ചുമ്മാ ഓടിച്ചു നടക്കാൻ പോയിന്റ് A to B, അതായത് നമ്മളിങ്ങനെ ഒരു സ്പീഡ് കീപ്പ് ചെയ്ത് ഇങ്ങനെ ഓടിക്കില്ലേ, ഒരു സ്ഥലത്തേക്ക് പോലെ അതുപോലെ ഓടിച്ചു നടക്കാം. പഞ്ചിൻ്റെ ഏറ്റവും എക്സൈറ്റ്മെൻറ്റ് EV ആണ്, സംശയമൊന്നുമില്ല. EV കഴിഞ്ഞാൽ പിന്നെ ഏതാണെന്ന് വെച്ചാൽ, EV കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറയാനുള്ളത് ഇതാണ് പഞ്ചിൻ്റെ ടർബോ ആണ്. ഇത് പറയാൻ കാരണം കൊണ്ട് ഇപ്പോൾ 4ാമത്തെ ഗിയർ പോണി ഒന്ന് 3ാമത്തെ ഗിയറിലാക്കി ഒന്ന് കാലം കൊടുക്കാം, വെറുതെ ചുമ്മാ. അതായത് 100 കിലോമീറ്റർ എന്ന് പറയുന്നത് 11 സെക്കൻഡിലാണ്. അത് ഒരു കുട്ടി വണ്ടിക്ക് നല്ല സ്പീഡാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്യാവശ്യം എക്സൈറ്റ്മെന്റ് നമുക്ക് കിട്ടും. പിന്നെ ഈ 6 സ്പീഡ് മാനുവൽ ടാറ്റ മോട്ടോഴ്സിന്റെ കണക്കെടുത്ത് വന്നാൽ സ്റ്റിൽ നോച്ചിയാണ്, എന്നാലും ടാറ്റ മോട്ടോഴ്സിന്റെ വണ്ടികളുടെ കണക്കെടുത്ത് വന്നു കഴിഞ്ഞാൽ ഫാർ ബെറ്റർ ആണ്. കൃത്യതയുള്ള ഷിഫ്റ്റ് ആണ്, നമുക്ക് ഷിഫ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. പക്ഷേ അതിലൊക്കെ ഒരു ഗുണം എന്ന് പറയുന്നത് ഈ വണ്ടിയുടെ ഡ്രൈവബിലിറ്റി ആട്ടോ. ഈ വണ്ടിക്ക് നല്ല ഡ്രൈവബിലിറ്റി ഉണ്ട്. ഞാനിപ്പോൾ ഇത് ഓടിച്ചുകൊണ്ട് പോയി എന്ന് പറഞ്ഞില്ലേ, വാഗമണ് പോയി എന്ന് പറഞ്ഞില്ലേ, ആ പോക്കിൽ ഒരു സമയത്ത് ഞാൻ ഇത് ഓട്ടോമാറ്റിക് ആണോ മാനുവലാണെന്ന് മറന്നുപോയി. കാരണം സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ മാത്രം ഇട്ട് കുറേ ദൂരം ഞാൻ ഓടിച്ചു. കാരണം സെക്കൻഡ് ഗിയറിൽ ഏറെക്കുറെ 89 കിലോമീറ്റർ സ്പീഡിൽ വണ്ടി കയറുന്നുണ്ട്. അതുപോലെ 3ാമത്തെ ഗിയർ ആകുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള സ്പീഡിലേക്ക് വണ്ടി എത്തും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ ആ ഒരു കയറ്റവും അല്ലെങ്കിൽ ആ ഒരു
കർവുകളും അല്ലെങ്കിൽ ആ ഒരു ഹൈ റേഞ്ച് കയറുമ്പോഴൊക്കെ സെക്കൻഡ് ഗിയറിലിട്ട് ഇങ്ങനെ ഓടിക്കുകയാണ്. അപ്പോൾ ടച്ചിൻ്റെ മുകളിൽ കാല് വെക്കേണ്ട അവസ്ഥ വരുന്നില്ല. അങ്ങനെ ഒരു ചായ കുടിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല. ചായ കുടിക്കാൻ വേണ്ടി വണ്ടി കൊണ്ട് നിർത്തിയപ്പോൾ ഇത് ഓട്ടോമാറ്റിക് ആണോ എന്നുള്ള സംശയം എൻ്റെ മനസ്സിൽ വന്നുകൊണ്ടായിരിക്കണം ഞാൻ ഈ വണ്ടി സ്റ്റോൾ ചെയ്തു. കാരണം ഞാൻ ബ്രേക്ക് മാത്രം ചവിട്ടി വണ്ടി നിന്നു, പക്ഷേ വണ്ടി സ്റ്റോളായി പോയി. അതിൻ്റെ ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വണ്ടിക്ക് നല്ല ഡ്രൈവബിലിറ്റി ഉണ്ട്. അതായത് ഒരു നൂബി ഡ്രൈവർക്ക് അല്ലെങ്കിൽ ഒരു പുതിയ ഡ്രൈവർക്കാണെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഡ്രൈവർക്കാണെങ്കിലും ഒരു ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ആളാണ്, എനിക്ക് മാനുവൽ വേണ്ട എന്ന് പറയുന്ന ആൾക്കാണെങ്കിലും ഈ മാനുവലൊക്കെ ഓടിക്കാം. കാരണം അതിൻ്റെ ക്ലച്ച് എന്ന് പറഞ്ഞാൽ ലൈറ്റ് ക്ലച്ചാണ്. ഒരു ഇത്തിരി സ്പ്രിങ്ങി ആക്ഷൻ ഉണ്ട്. എന്ന് വെച്ചാൽ തുമ്പത്തേക്ക് വരുമ്പോൾ തുള്ളും, പക്ഷേ ആ തുള്ളൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതാണ്, വലിയ കുഴപ്പമില്ല. പക്ഷെ എന്നാലും എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല ഒരു ലൈറ്റ് ആയിട്ടുള്ളൊരു ക്ലച്ച് ഈ ഒരു പഞ്ചിനുണ്ട്. പഞ്ചിൻ്റെ ടർബോ ഉണ്ട്. അപ്പോൾ പഞ്ച് വേണമെങ്കിൽ മാനുവൽ മതി എന്ന് ഞാൻ പറയും. ഇതെനിക്ക് തോന്നുന്നു 9,89,000 രൂപയാണ് എക്സ്ഷോറൂം പ്രൈസ് ഈ ഒരു മോഡലിൽ. അതിൻ്റെ കൂടെ ഈ ആക്സറീസ് വേണമെങ്കിൽ വാങ്ങിയാൽ മതി. അതായത് ഉണ്ടെങ്കിൽ നല്ലത്. എനിക്ക് ഇതിൻ്റെ ബാക്കിലെ സ്പോയിലർ ഒഴിച്ച് ബാക്കി എല്ലാ സാധനവും അത്യാവശ്യം നന്നായി തോന്നി, കുഴപ്പമൊന്നുമില്ല. ബാക്കിലെ സ്പോയിലർ വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷേ ആ സ്പോയിലറേ ഒരു ഇത്തിരി ജീവാകണം മിമിക്ക് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം. ഓക്കെ, എന്തോട്ടെ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിയറിംഗ് നല്ലതാണ്, നമുക്ക് അത്യാവശ്യം നല്ല ഹാൻഡ്ലിംഗ് തരുന്നുണ്ട്. ബ്രേക്സ് നല്ലതാണ്, ചവിട്ടിയെടുത്ത് നിൽക്കുന്ന ഒരു ഫീലുണ്ട്. നമുക്ക് ഇപ്പോൾ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ ചവിട്ടി ഇറക്കി വരുമ്പോഴൊന്നും ബ്രേക്ക് ചൂടാവില്ല, ഫേഡ് വാങ്ങാനുള്ള പ്രശ്നമൊന്നും തോന്നില്ല. നമുക്കറിയാമല്ലോ, നമ്മൾ ടെസ്റ്റിംഗ് കണ്ടീഷനിൽ വണ്ടി ഓടിക്കുമ്പോൾ തന്നെ ഓടിക്കുക, ചവിട്ടി കുത്തിയാണ് ഓടിക്കുക. കാരണം ചവിട്ടി കുത്തി ഓടിക്കുന്നത് വേറെ ഒന്നുമല്ല, നമുക്ക് ആ ഒരു വണ്ടിയോടുള്ള ഒരു ഇഷ്ടം കൂടുമ്പോൾ നമ്മൾ ഡ്രൈവിങ്ങിൻ്റെ ഒരു ഫീല് മാറും. അങ്ങനെയാണ്. പിന്നെ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമുക്ക് ഒരു വലിയ വണ്ടി ഇരിക്കുന്ന ഫീൽഡ് ഞാൻ വെറുതെ പറഞ്ഞില്ല. ബോണ്ട് കണ്ടോണ്ട് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. ബോണ്ട് കണ്ടോണ്ട് ഓടിക്കുന്നതുകൊണ്ട് തന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിലൊന്നും പറയാനില്ല. പിന്നെ ചെറിയ നിഗിൾസ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഒരിത്തിരി സ്കേരി കൂടിയാണ്, അല്ലെങ്കിൽ സ്കാരി കൂടിയാണ്. കാരണം ഒരു തവണ ഞാൻ വണ്ടി നിർത്തിയിട്ടേ അകത്ത് കയറി ന്യൂട്രാണ്, ക്ലച്ച് അമർത്തി, പുഷ് ബട്ടൺ അമർത്തി, ബൂം, നത്തിങ്, ഒന്നും സംഭവിച്ചില്ല, വണ്ടി സ്റ്റാർട്ടായില്ല. അപ്പോൾ എനിക്ക് തോന്നി പണി പാളി. അതായത് സ്റ്റാർട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മളിപ്പോൾ രാത്രിയാണ് പരുന്തുമാറ നിൽക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ പരുന്തുമാറ ഒന്ന് കുട്ടിക്കാലത്താണ് മൊബൈൽ റേഞ്ചില്ലാത്ത സ്ഥലത്ത് നമ്മളൊന്ന് മൂത്രമൊക്കെ നിർത്തി വണ്ടി ഓഫ് ചെയ്തു, തിരിച്ച് കയറി ഞെക്കി സ്റ്റാർട്ടായില്ലെങ്കിൽ എന്ത് ചെയ്യും? തള്ളി സ്റ്റാർട്ടാകാന്നൊക്കെ പറയാം. അത് തള്ളി സ്റ്റാർട്ടാകാനും വേണ്ടേ. അത് മാത്രമല്ല, ഇത് ചായ വിട്ടിരിക്കുന്ന സാധനമല്ലോ, ഞെക്കിയാൽ സെൻസറിൽ പോയിട്ട് വേണ്ടേ സ്റ്റാർട്ടാകാനായിട്ട്. അതൊരു ഇത്തിരി പേടിപ്പെടുത്തി. പിന്നെ രണ്ടാമത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത്, ഇഷ്യൂ എന്നല്ല, എനിക്ക് തോന്നുന്നു ടാറ്റ മോട്ടോഴ്സ് വെണ്ടറുകളെ മാറ്റേണ്ട ഒരു കാലം അതിക്രമിച്ചിട്ടുണ്ട്. അത് വേറൊന്നും കൂടല്ല പറയുന്നത്. പിന്നെ വൈപ്പർ മോട്ടർ കേട്ടോ, ഓക്കെ, ഈ വൈപ്പർ മോട്ടർ ഞാൻ ഗ്ലാസ് വാഷ് ചെയ്യാണ്. ദർ ഇസ് നോ വാട്ടർ. അപ്പോൾ നമുക്ക് തോന്നുന്നു വെള്ളമില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നേരെ പമ്പിൽ പോയിട്ട് വെള്ളം ഒഴിക്കും, എന്നിട്ട് ഒന്നുകൂടി വർക്ക് ചെയ്യും. എവിടെ? സ്റ്റിൽ ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇനിയിപ്പോൾ എന്താ പ്രശ്നം അറിയാൻ വേണ്ടി ബാക്കിലത്തെ ആ ഒരു വൈപ്പർ ഓണാക്കിയാവും. ദേ വെള്ളം വരുന്നു, കണ്ടാ. അപ്പോൾ എന്താ കാര്യം? ഫ്രണ്ടിലെ മോട്ടർ അടിച്ചു പോയിക്കുക. ആ ഫ്രണ്ടിലെ മോട്ടർ അടിച്ചു പോയതാണെന്ന് മനസ്സിലാക്കാൻ തന്നെ ഒന്ന് പമ്പ് കയറേണ്ടി വന്നു എന്നുള്ളതാണ്. അതായത് ചെറിയ പ്രശ്നങ്ങൾ എന്ന് പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, ഇതൊക്കെ വാറണ്ടിയിൽ കവർ ചെയ്യുന്നതാണ്. ഇതൊക്കെ വണ്ടി വാങ്ങുന്ന ആൾക്ക്, ഉപഭോക്താവിന് വലിയ സീനൊന്നുമില്ല. അതായത് അടുത്ത സർവീസിൽ മാറ്റേണ്ട കേസുള്ളൂ. പക്ഷേ നമുക്ക് ഈ ഒരു ചെറിയൊരു കാര്യങ്ങൾ കാണുമ്പോൾ OCD പ്രശ്നങ്ങളുണ്ട്, നമുക്കതൊരു കുഴപ്പം, അയ്യോ അതില്ലേ ഇതില്ലേ എന്ന് തോന്നും. ഈ വണ്ടിക്കാണെങ്കിൽ ഇപ്പോൾ എക്സ്റ്റൻഡ് വാറണ്ടി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഈ വണ്ടിയുടെ ഒരു പ്രൈസ് പോയിന്റിൽ നല്ല കുഴപ്പമില്ലാത്തൊരു വണ്ടി എന്ന നിലയ്ക്ക്, ഓടിക്കാവുന്ന വണ്ടി എന്ന നിലയ്ക്ക് ഇതിന് നമുക്ക് കുറേയധികം ഗുണങ്ങൾ കാണാം. ബേസ് മോഡലും അല്ലെങ്കിൽ ടോപ്പ് എൻഡും തമ്മിലുള്ള വില വ്യത്യാസം എന്ന് പറയുന്നത് ഭീകരമാണ്. അപ്പോൾ നിങ്ങൾ 10 ലക്ഷം രൂപയുടെ ഈ ഒരു ടർബോ ആണ് വാങ്ങുന്നതെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഫൺ ഫാക്ടർ ഉണ്ടാവും എന്നുള്ള കാര്യം സംശയമൊന്നുമില്ല. പിന്നെ ടാറ്റ പഞ്ചിൻ്റെ ഒരു ഇവോൾവ്മെൻറ്റ്, അതായത് വന്നിട്ട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഈ ഒരു HBX എഡീഷനാണ്. ഈ HBX എഡീഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാനിതിൻ്റെ ഒരു ഫോട്ടോസ് കണ്ടപ്പോൾ തന്നെ ഇത് കൊള്ളാലോ എന്നുള്ള ആ ഒരു ഭംഗിയുണ്ട്. അതായത് ഒരു പ്രത്യേക ഒരു ഭംഗി വണ്ടിക്കുണ്ട്. അത് ഈ വണ്ടിയുടെ ഒരു കാര്യമായിട്ട് കാണാം. പിന്നെ റൈഡ് ക്വാളിറ്റിയും, അതായത് മക്ഫേഴ്സൺ സ്ട്രെട്ടും ടോർഷൻ ബീമും ഒക്കെ തന്നെയാണ് മുമ്പിലും പിന്നിലൊക്കെ. പക്ഷേ സസ്പെൻഷൻ്റെ ഒരു ട്യൂണിങ് എന്ന് പറയുന്നത് നല്ലതാണ്. ഇപ്പോൾ പാളത്തിൻ്റെ ആ ഒരു ചാടുമ്പോഴും അതുപോലെ അങ്ങനെയുള്ള ഒരു സമയത്തൊക്കെ നമുക്ക് അൺഡുലേഷൻസ് ഒക്കെ അറിയുമ്പോഴൊക്കെയും ഈ വണ്ടിക്ക് ഒരു പ്രത്യേകത നമുക്ക് തോന്നും. അതായത് കൊള്ളാലോ, ഇതിന് ചാട്ടമൊക്കെ കുറവാണല്ലോ, ഇത് ഓടിക്കാൻ നല്ല രസമുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും. അത് ഇതിൻ്റെ പ്രത്യേകത തന്നെയാണ്. ഇപ്പോൾ വലിയ സ്പീഡിൽ വലിയ ഗിയറിൽ ചെറിയ സ്പീഡിൽ ഓടിക്കാനും ചെറിയ ഗിയറിൽ വലിയ സ്പീഡിൽ ഓടിക്കാനും പറ്റിയ ഒരു വണ്ടി തന്നെയാണ് പഞ്ചിൻ്റെ ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. പഞ്ച് കൊള്ളാം, പഞ്ചിന് അത്യാവശ്യം പഞ്ചൊക്കെ ഉണ്ട്, പ്രത്യേകിച്ചും ഈ ഒരു ടർബോക്ക്. ഇതിപ്പോൾ ടർബോയുടെ കൂടെ ഒരു DCAയോ അല്ലെങ്കിൽ ഒരു AMT ഉണ്ടായിരുന്നെങ്കിൽ നല്ലതാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഓട്ടോമാറ്റിക് വാങ്ങണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർക്ക് ഇപ്പോൾ ഓട്ടോമാറ്റിക് വാങ്ങാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം അവർക്ക് എന്തായാലും സാധാരണ ഒരു മാനുവൽ വണ്ടി മേടിച്ച് തൃപ്തിപ്പെടേണ്ടി വരും. അതിലൊരു പ്രശ്നമുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെയല്ല. അപ്പോൾ നമുക്ക് പറയാം ക്ലച്ച് ലൈറ്റ് ആണെന്നൊക്കെ പറയാം. പക്ഷേ ഇതുവരെ ക്ലച്ച് ഉപയോഗിക്കാത്ത ഒരാൾക്കാർ, അതായത് AMT ഓടിച്ച് പഠിച്ച ആൾക്കാർ, ലൈസൻസിന് വേണ്ടി മാത്രം ഒരു 800-ലോ അല്ലെങ്കിൽ ഒരു ട്രക്കറിലോ ഒരു ഇട്ട ആൾക്കാർ, അവർക്കൊക്കെ ഒരു പഞ്ച് വാങ്ങേണ്ട അവസ്ഥ വരുമ്പോൾ ആദ്യം വേണ്ടിയാണല്ലോ. അപ്പോൾ ഓട്ടോമാറ്റിക് വേണമെന്ന് ആഗ്രഹം ഉണ്ടാവും. കാരണം ക്ലച്ച് മാസ്റ്റർ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടും മാനുവൽ ഓടിച്ച് പഠിക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടൊക്കെ നമുക്കറിയാമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു AMT ഇൻ ടർബോ വേണ്ടതാണെന്ന് എനിക്ക് തോന്നി. പിന്നെ
നിങ്ങൾ പറയാം അപ്പോൾ സാധാരണ ആൾക്കാരല്ലേ, അവർക്ക് ടർബോ ഒന്നും വേണ്ട, സാധാരണ വണ്ടി മതി എന്ന് പറയില്ലേ. അതല്ല, പവർ എന്ന് പറയുന്നത് ഒരു ലക്ഷറി ഒന്നല്ല. അപ്പോൾ പവർ എന്ന് പറയുന്നത് ഒരു അത്യാവശ്യം നീഡായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇലക്ട്രിക് കാറുകൾ പവറിനെ ഒരു സാധാരണ സംഭവമാക്കി മാറ്റിയില്ലേ. അപ്പോൾ എല്ലാ വണ്ടിക്കും പവർ വേണം നമുക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വണ്ടി, ഈ ഒരു ഐ ടർബോ എന്ന് പറയുന്ന ഈ ഒരു പഞ്ച് എനിക്ക് ഇഷ്ടമായി എന്നാണ് പറയാനുള്ളത്. അതായത് ഞാൻ എപ്പോഴും ടാറ്റ മോട്ടോഴ്സിൻ്റെ വണ്ടികളെ കുറിച്ച് പറയുമ്പോൾ ഞാൻ പറയാറുണ്ട് അവസാനം ഈ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് പറയാറുണ്ട്. അത് എല്ലാ വണ്ടിയെ കുറിച്ചും പറയാറുണ്ട് ഇൻഫാക്ട്. അപ്പോൾ ഈ ഒരു ടാറ്റ മോട്ടോഴ്സിൻ്റെ ഈ ഒരു വണ്ടി ഉണ്ടല്ലോ, ഇത് പഞ്ചിൻ്റെ ഐ ടർബോ, പ്രത്യേകിച്ച് ഈ ഒരു ബ്ലൂ, അല്ലെങ്കിൽ ഇതിൻ്റെ പേര് വേറെയാണ്, പേര് പല പേരും ഇടുന്നുണ്ട്. പുതിയ വണ്ടികളുടെ പേര് ഋഷികേശ്, അതല്ലെങ്കിൽ നമ്മുടെ സുബോ സർജ്, അതല്ലെങ്കിൽ വാരണാസി വൈബ്രൻസ്, കളറിൻ്റെ പേരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മുടെ ബ്ലൂ വൈറ്റ്, ആ ഒരു മൈൻഡ് ഉണ്ട്. ആ ഒരു ബ്ലൂ വൈറ്റ് കളർ കോമ്പിനേഷനുള്ള ഈ ഒരു പഞ്ച് എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇതിനോടൊരു പ്രത്യേക ഒരു രസമായിട്ട് തോന്നുന്നുണ്ട് ഈ വണ്ടി കണ്ടിട്ട്. പിന്നെ ഇതൊരു 3 സിലിണ്ടറാണ്, ഒരു 1.2 ലിറ്ററാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ 3 സിലിണ്ടറുകൾ കുറേ ഉണ്ട്, 1 ലിറ്റർ കുറേ ഉണ്ട്. 1 ലിറ്റർ എന്ന് പറയുമ്പോൾ ഇൻഫാക്ട് ബ്രസ വരാൻ പോകുന്നത് 1 ലിറ്റർ ആണെന്ന് പറയുന്നത് കണ്ടു. നമ്മുടെ ഫ്രോങ്സ് ടർബോ 1 ലിറ്ററാണ്, അതുപോലെ നമ്മുടെ സോണറ്റ് 1 ലിറ്ററാണ്, വെന്യൂ 1 ലിറ്ററാണ്. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ 1.2 ആണ് ഇതെന്ന് പറയുമ്പോൾ ഒരു 200 cc ബെനിഫിറ്റ് വണ്ടിക്കുണ്ട്. സ്റ്റിൽ 3 സിലിണ്ടറിൻ്റെ ആയിട്ടുള്ള NVH ലെവൽസ്, അതായത് സൗണ്ടും ലഹളിയും വൈബ്രേഷൻസും ഒക്കെ നമുക്ക് ഫീൽ ചെയ്യും. അതിപ്പോൾ അധികമായിട്ട് അകത്തേക്ക് വരുന്നില്ല, കാരണം ഈ വണ്ടിയുടെ ബോഡിയുടെ ഒരു ഇൻസുലേഷനൊക്കെ നല്ലതാണ്. നമുക്ക് ഒരു ഒത്തിരി കൂടി ഒരു ഡാമ്പിംഗ് ഉള്ളൊരു കാറാണ്. അപ്പോൾ ഇരുന്ന് യാത്ര ചെയ്യാനൊക്കെ അത്യാവശ്യം നല്ല സുഖമൊക്കെ തരുന്നുണ്ട്. അതുപോലെ സൗണ്ടും ലഹളിയും കാര്യമായിട്ടില്ല. പിന്നെ ഇനിയിപ്പോൾ ഒത്തിരി സൗണ്ടും ലഹളിയും വന്നാലും കുഴപ്പമില്ല, കാരണം ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം കൊള്ളാം, ഒരു പാട്ട് വെച്ചാൽ തീരുന്ന പ്രശ്നമുള്ളൂ എന്ന് പറയില്ലേ. അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് വലിയ അലോസരങ്ങളില്ലാണ്ട്, വലിയ ബുദ്ധിമുട്ടില്ലാണ്ട്, വലിയ ലഹളകളില്ലാണ്ട് ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റും. ചെറിയ ആർപ്പിനാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വലിയ RPM-ലേക്ക് കയറുമ്പോഴേ വണ്ടിയുടെ ആ ഒരു തനതായിട്ടുള്ള 3 സിലിണ്ടറിൻ്റെതായിട്ടുള്ള സ്വഭാവവും ആ ഒരു NVH-ൻ്റെ ഒരു പ്രശ്നങ്ങൾ നമുക്ക് അറിയുന്നുള്ളൂ. ഇതൊക്കെ ആധികാരികമായിട്ട് പറയുകയാണെങ്കിൽ വണ്ടി ഓടിക്കണം. വണ്ടി ഓടിച്ചിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, അത് 300 കിലോമീറ്റർ ഓടിച്ച് നോക്കി എന്ന് പറയുന്നത് വെറുതെ അല്ല, അത് വണ്ടിയെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം ഞാൻ ഒരു വീട്ടിലേക്ക് ഒരു വണ്ടി റെക്കമെൻഡ് ചെയ്യാണ്, നമ്മുടെ ഫ്രണ്ട് പറയുന്ന പോലെ നിങ്ങളുടെ ഫാമിലിക്ക് ഒരു വണ്ടി നോക്കണം. അങ്ങനെയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഒറ്റ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ഈ ഐ ടർബോ മതി. അതായത് നിങ്ങൾക്ക് ഇതിന് ഫ്യൂൽ എഫിഷ്യൻസിയും ഉണ്ടാക്കാം, ഇത് കുത്തിപ്പൊളിച്ച് പവർ എടുത്ത് ഓടിക്കുകയും ചെയ്യാം. ഇതുകൊണ്ട് വേണമെങ്കിൽ അത്യാവശ്യം ബാഡ് റോഡുകളിൽ ഓടിക്കാം. റൈഡ് ക്വാളിറ്റി മാത്രമല്ലല്ലോ, ടാറ്റ മോട്ടോഴ്സ് ഈ ഒരു പഞ്ച് കാണിച്ച സമയത്ത് നമുക്ക് ഓഫ് റോഡൊക്കെ കാണിച്ചു തന്നു. ഇത് ഓഫ് റോഡ് ചെയ്യാൻ പറ്റും, ഇതിന് ഓഫ് റോഡ് ചെയ്യാനുള്ള കാപ്പബിലിറ്റി ഉണ്ട്. ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് മാറ്റർ, അല്ലാണ്ട് വേറെ ഒന്നല്ല. എന്നാലും അതൊക്കെ പറ്റും എന്നുള്ളതും കാണിച്ചു തന്നത്. അങ്ങനെയൊക്കെ നോക്കുമ്പോൾ പഞ്ചിനൊരു പഞ്ചുണ്ട്. ആ ഒരു പഞ്ച് എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു ഐ ടർബോയ്ക്കാണ്. സാധാ പഞ്ചിന് പഞ്ചില്ല, ഐ ടർബോയ്ക്ക് പഞ്ചുണ്ട്, അത്രേ ഉള്ളൂ.